الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ എത്തിക്കുന്ന മനസ്സിലാക്കി വന്നിട്ടുള്ളത് അതിൽ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ചൊല്ലുലായത്തോളോ നിങ്ങൾ മനസ്സിലാക്കിയ. ഇനി നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കി പോണ്ടത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊല്ലുലായത്തേക്ക്. സൂറത്തുൽ ഫാത്തിഹ ഈ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊല്ലുലായത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പല വിഷയം പഠിക്കുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നിങ്ങൾക്ക് വ്യക്തമായി തരിപ്പാട്ടത് കാണാം. ഇവിടെ എന്തൈത്തിക്ക് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊല്ലുമ്പോൾ മനസ്സിലാക്കുള്ളത്, ഒന്നാമത്തെ മനസ്സിലാക്കുള്ളത് ഇവിടെ നിങ്ങൾ അള്ളാഹുറൊട്ടിಗೆ ഹിദായത്തിനെ കേൾക്കറൈത്തിക്കണം. സിറാത്തുൽ മുസ്തഖീം ഐത്തുള്ള തെരുവ് നീ നിങ്ങളെ ഹിദായത്തിലാക്കറബ്ബേ, തെരുവുകാട്ടല്ലാത്ത ഇതൊരു ദുആ ഇത്തിക്കണം. ഞങ്ങൾ ചൊന്ന പോലെ ഫസ്റ്റ് ഞങ്ങൾ 4 ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ചൊന്ന ആയത്തിൽ അല്ലാഹു ഞങ്ങൾ പോദിയ പ്രശംസനാക്കിയ. പിന്നെ ഞങ്ങൾ അല്ലാഹുറൊട്ടി കരാറാക്കിയ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്റെ മാത്രം ഇബാദത്ത് എടുക്കറ, നിന്റെ ഒട്ടിಗೆ മാത്രം ഞങ്ങൾ സഹായിക്കേക്കറ, പിന്നെ ഞങ്ങൾ ആവശ്യത്തെ കേൾക്കറേ. അപ്പൊ ദുആ ആക്കുന്ന സന്ദർഭത്തിലും ഞങ്ങൾ മനസ്സിലാക്കണ ഒരു മെയിൻ പോയിന്റ് ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഞങ്ങൾ അള്ളാഹുറൊട്ടി എന്നും കേൾക്കുന്ന സന്ദർഭത്തിൽ ആവശ്യപ്പെടുമ്പോൾ ദുആത്തിൽ ഫസ്റ്റ് എന്താക്കുറിച്ച് നിങ്ങൾ അള്ളാഹുറൊട്ടിക്ക് ഞങ്ങൾ അള്ളാഹുരെ പ്രശംസനാക്കണം. ലോകത്തെ ഉണ്ടാക്കിയ ഖാലിഖൈ തിക്ര റബ്ബനീൻ, കൂടുതൽ എല്ലാ ജീവജാലത്തും റിസ്ക് കൊടുക്കണോണ തിക്ര റബ്ബനീന്, ഇതിരെ മേൽ കരുണ കാട്ടോണ തിക്ര റബ്ബേ, എല്ലാ സ്തുതിക്കും നീക്ക് അർഹപ്പെട്ടത്. ഇങ്ങനെ അള്ളാഹുനാക്കുക അർഹപ്പെട്ടു എന്തെല്ല വിഷയം ഉണ്ട്, എല്ലാ രൂപത്തിലും അള്ളാഹുനെ പ്രശംസനാക്കും. കമാലിയത്ത് കൊണ്ട്, പരിപൂർണത കൊണ്ട് അള്ളാഹുരെ പ്രശംസനാക്കിയത്. പിന്നെ നിങ്ങൾ ആവശ്യത്തേക്കേക്കോണം. ആ ഒരു ശൈലിയത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പടപാടി തണ്ടത് അള്ളാഹുറൊട്ടിಗೆ കേൾക്കണായതൈത്തിക്കറ ഹിദായത്ത് വേണ്ടത്. ഹിദായത്ത് ചൊല്ലുമ്പോൾ എന്തിനൈത്തിക്കറ മനസ്സിലാക്കണം. ഹിദായത്തിനെ കേൾക്കുന്ന ചൊല്ലുമ്പോൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദ്, അതേപോലെ ഹിദായത്തു തൗഫീഖ്. 2 ഹിദായത്ത്. 2 മനസ്സിലാക്കിയെങ്കിൽ ചൊമ്മ കൺഫ്യൂഷനും ഇല്ലാത്തവർ. ഇപ്പൊ സമസ്ത താൽമാർ ചൊല്ലാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒട്ടിക ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊന്തു ദ്വാർക്ക ചൊന്തു ഇതേ ഞങ്ങൾ ആയത്തിൽ വെച്ച് തുറന്ന ഒരു കാലത്തൊരു സംവാദം നടന്നിട്ട് MT ദാരിമി ഫൈസൽ മുസ്ലിയാർ ആ കാലം അപ്പൊ അയാൾ ചൊന്നത് കാണാം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊത്ത് മൊഹീദ്ദീൻ ഷെയ്ഖ് ഒട്ടി കേട്ടത് ഷിർക്കാവില്ല. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇതിക്ക് ആ റൂട്ട് അങ്ങ് പോയത്. അയാൾ പിടിയന്താക്കിയത് എത്തിക്കണം, അയങ്ങ സമൂഹത്തില് വഞ്ചനാക്കുക എത്തിക്കണം. അവിടെ മനസ്സിലാക്കില്ല പ്രധാനമായിട്ടുള്ള വിഷയം. അങ്ങ മൊഹീദ്ദീൻ ഷെയ്ഖ് ഒട്ടു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೂ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊത്ത് ഹിദായത്ത് കേൾക്കാൻ ചൊന്നുള്ളതുക്ക് അങ്ങ് ഖുർആന്റെ ഒരു ആയത്ത് എടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് ചൊന്നത് എത്തിക്കൽ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ നിങ്ങൾ ആൾമാരെ സിറാത്തുൽ മുസ്തഖീമുക്ക് ഹിദായത്ത് ആക്കറാറുണ്ട്, തെരുകാട്ടി കൊടുക്കാറുണ്ട്. ആ ആയത്തും ಏನೋರಾಯത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കുന്ന എത്തിക്കറ. അബൂ താലിബ് അയാൾ മരിക്കുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്മ പ്രയത്നിച്ചിട്ട് അയാൾ മുസ്ലിമായിട്ട് കിട്ടിയ നല്ലിന്ത് കാരണം അത്തരം സഹായം ഉപകാരാക്കിയ വ്യക്തി എത്തിക്കറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രൂപത്തിലും സംരക്ഷണാക്കിയ ആളായി എത്തിക്കറ, എല്ലാ ശത്രുമാരിൽ നിന്ന് രക്ഷപ്പെട്ടു പ്രയത്നാക്കിയ വ്യക്തി എത്തിക്കറ. അപ്പൊ അതുകൊണ്ട് അയാൾ മുസ്ലിം ആവുക നബി ചുമ്മ ആഗ്രഹിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമ്മ പ്രയത്നിച്ചത് നിങ്ങൾ ഓർക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറോ, ഓർക്ക ചൊല്ലറോ ചൊന്നില്ല. അയാൾ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ എന്ന് രീതിക്കർ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. നിങ്ങൾക്ക് ഇഷ്ടമെന്നെങ്കിൽ ഹിദായത്ത് കൊടുക്കും, നിങ്ങൾക്ക് സാധ്യമില്ല. അള്ളാഹു വൈത്തിക്കർ ഇഷ്ടമെന്നെങ്കിൽ അള്ളാഹു അവൻ ഉദ്ദേശിച്ചെങ്കിൽ ഹിദായത്ത് കൊടുക്കാറ്. അപ്പോൾ ഈ 2 ആയത്തും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നോട് ചൊല്ലത് ഇപ്പൊ നിരീശ്വരവാദിമാർക്കും ഇതിരെ കൊമണ്ടാറ് സമസ്ത താൽമാറും കൊമണ്ടാറ്. നിരീശ്വരവാദിമാർ കൊമണ്ട എന്ത് ചൊന്നെങ്കിൽ നിങ്ങളെ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ട് ചൊന്തു കരിപ്പാട്ട്. സമസ്തത എന്ത് കൊമണ്ടെങ്കിൽ നബിക്കും ഹിദായത്ത് കൊടുക്കൂല്ലേ അർഹത അള്ളാഹു കൊടുത്തറ ചൊന്തും, അതേപോലെ ഔലിയാക്കന്മാരും ഹിദായത്ത് കൊടുക്കാറ് ചൊന്തല രൂപത്തിൽ. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് 2 ആയത്തിൽ വെച്ച് നമുക്ക് പടപ്പാട്ടിയതാണ്. ഇതിൽ 2ലും വൈരുദ്ധ്യമില്ല. ഇതിൽ എന്തിക്കർ ചൊന്നെങ്കിൽ ഹിദായത്തുൽ ഇർഷാദ് ചൊന്തുണ്ടു, ഹിദായത്തു തൗഫീഖ് ചൊന്തുണ്ടു. ഹിദായത്തുൽ ഇർഷാദ് ചൊല്ലുമ്പോൾ ഒരു മാർഗദർശനം എന്ന രൂപത്തിൽ ഇപ്പൊ ഞങ്ങ ഒരാളെ വിളിക്കരുണ്ടായെങ്കിൽ ആ ഞങ്ങൾ എന്താക്കറേ അങ്ങനെ ഹിദായത്തുള്ള റൂട്ട് ഞങ്ങൾ കാട്ടി കൊടുക്കറേ.
എന്നിട്ട് ആ ഹിദായത്ത് സ്വീകരിക്കണമെന്നായെങ്കിൽ അതൊക്കെ തൗഫീഖ് വേണം. അത് അള്ളാഹുക്ക് മാത്രം കൊടുക്കും സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് കാട്ടിച്ചു ഉദ്ദേശിച്ച് ആ ഹിദായത്ത് കൊല്ലം മാർഗം എന്നുണ്ടാ, റൂട്ട് എന്നുണ്ടാ, ഇൽമ കൊണ്ടുത്തു അരിപ്പാട്ടി കൊടുത്തു. ഇനി ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ടല്ലേ, അത് ഇത്തിക്കറ ഹിദായത്തു തൗഫീഖ്, അത് അള്ളാഹുൽ നിന്ന് അല്ലാത്ത വേറെ ആർക്കും കിട്ടില്ല. അപ്പൊ ഇതേ ഇത്തിക്കറ നിങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മനസ്സിലാക്കുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ചെന്നത് നിങ്ങൾ ഹിദായത്തിൽ ആക്രാരിച്ചു നിങ്ങൾ ആൾമാരെ ഉദ്ദേശിച്ചെന്തരെ ഹിദായത്തിന്റെ റൂട്ട് നിങ്ങൾ എത്തുപാട്ടിറങ്ങിത്തിക്കാറുണ്ട്. നബിക്ക് ഹിദായത്ത് കൊടുക്കുക ഒരാളെ തൗഫീഖ് ചൊന്തല് ഹിദായത്ത് കൊടുക്കുക സാധ്യല്ല ചൊന്തൈത്തിക്കറെ ഉലമാക്കന്മാർ വ്യക്തമായിട്ട് പഠിപ്പാട്ടത് കാണാം. അത് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അയാളെ ഖുർആന്റെ തഫ്സീറിൽ അയാൾ വ്യക്തമായിട്ട് പഠിപ്പാട്ടത് എത്തിക്കറ. എന്നിട്ട് അയാൾ പ്രത്യേകമായി തേടിച്ചൊല്ലെ കാണാം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊല്ലുന്നതില് തസ്അലുല്ലാഹ തആല ഇൽമൻ നാഫിഅ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇവിടെ നിങ്ങൾ കേൾക്കരുത് നാഫിഅത്തുൽ ഇൽമ ഇത്തിക്കർ, അത് ഇത്തിക്കർ ഹിദായത്തുൽ ഇർഷാദ്. അല്ലാഹുവേ നാഫിഅത്തുൽ ഇൽമ താ അല്ലാഹു ചൊല്ലും കേൾക്കറ. ഏതില് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊല്ലുമ്പോൾ ഒന്നാമത്തെ നിങ്ങൾ നാഫിഅത്തുൽ ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ താ അല്ലാഹ് ഒന്നാമത്തെ. രണ്ടാമത്തെ തൗഫീഖ് ഹിദായത്തുണ്ടല്ലേ, അതും ഇതിൽ പെട്ടിരുന്നത്. ഏതൈത്തിക്കർ അമലാക്കുകൊല്ലേ, സ്വാലിഹായ അമലാക്കുകൊല്ലേ തൗഫീഖ് താ അല്ലാഹ്. ഒർത്ത ഇൽമ എടുത്ത പക്ഷെ അവനക്ക് അമലാക്കണമെന്നായെങ്കിൽ അള്ളാഹു തൗഫീഖ് കിട്ടിത്താവും, ഇല്ലാത്ത സാധ്യല്ല. ചൊന്ന ആൾമാർ മുസ്ലിം സമുദായത്തെ എല്ലാവർക്കും പിടിയുണ്ട് ഫജ്ർ നിസ്കാര വാജിബ് എത്തിക്കരുത്. എന്തെങ്കിലും ഫജ്ർ നിസ്കാർക്ക് എത്താൻ സാധിക്കറ തൗഫീഖ് എത്തിക്കറ. അങ്ങോട്ട് എത്തിരെന്തായെങ്കിൽ തൗഫീഖ് എത്തിക്കറ, അത് അള്ളാഹു തന്ന ഹിദായത്ത് എത്തിക്കറ. എല്ലാവർക്കും പിടിയുണ്ട് ഫജ്ർ നിസ്കാര വാജിബ്, പല്ലി പോയി നിസ്കരിക്കണു, പല്ലി അപ്പുറത്തിന്നെങ്കിൽ പോലും വേണു ചൊത്തു പോവാൻ ജീവന പോയെങ്കുള്ളാർ, ഇങ്ങനെ ജീവിച്ചോള്ളാർ. അപ്പൊ അങ്ങക്ക് എന്ത് കിട്ടിയിട്ടില്ല? തൗഫീഖ് കിട്ടിയിട്ടില്ല, ഇൽമ കിട്ടിത്താ, ഇൽമ അള്ളാഹു കൊടുത്ത. അപ്പോ ഹിദായത്തിൽ ഒന്ന് കിട്ടിയത് അള്ളാഹു നിന്ന് അതിന് ജന്നാമത്ത് കിട്ടില്ല. കിട്ടണമെന്നായെങ്കിൽ അതും തല പ്രയത്നാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു തയ്ത്തിക്കറ്. ഇപ്പൊ നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ താലിബ് ಈಗ ജണ്ടാലെ നോക്കൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബി ഇത്തിക്കറ്, ഖലീഫ ഇത്തിക്കറ്, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഇത്തിക്കറ്, സ്വർഗ്ഗം കൊണ്ട് ശുപാർശ കിട്ടിയങ്ങനത്തെ വ്യക്തി ഇത്തിക്കറ്. എല്ലാവരും ഇപ്പൊ ഈമാനിലും സ്ട്രോങ് ആയിത്തിക്കർ. ഇപ്പുറത്തെ അബൂ താലിബ് നരകത്താലെ എത്തിക്കർ. അങ്ങനെ ജണ്ടാലെ കാലഘട്ടം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന മുന്നോളത്തെ കാലഘട്ടം. അതേപോലെ ഈ അബൂ താലിബും ജണ്ടാലെ ഒട്ടിക്ക് നോക്കുമ്പോൾ നമുക്ക് സാധാ ആൾമാർച്ചുള്ള അബൂ താലിബ് ബെറ്റർ ആയിത്തിക്കർ. എന്തുകൊണ്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു രൂപത്തിൽ എത്തിക്കർ ഇന്നത്. അബൂ താലിബ് ആവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രൂപത്തിൽ സഹായിക്കും തെൽപ്പാക്കിയോ തെത്ത്. അതുകൊണ്ടു ഹിദായത്ത് കിട്ടിയതാ? കിട്ടിയില്ല. ഹിദായത്ത് അള്ളാഹു ഹൃദയം നോക്കി തിക്കറ് കൊടുക്കുറേ. അബൂ താലിബിന്റെ ഹൃദയം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹൃദയം അറിഞ്ഞോണു. ഖാലിഖൈത്തുൽ അല്ലാഹു വൈതിക്ര. ആർക്ക് ഹിദായത്ത് കിട്ടണം ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനാക്കിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്ത. അബൂജഹൽ ചൊന്തുള്ള ക്രൂരിയായ വ്യക്തി, ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറൈത്തെ ഉള്ളുപാട്ടിയ ഈ ദുനിയാവിൽ വെച്ച് ആഖിറത്തുൽ നരകത്തിലേക്കും. അതേ ആ ക്രൂരിയത്തുൽ അബൂജഹലിന്റെ മോണാവട്ടു മുസ്ലിം ഐതിക്ക് സ്വഹാബി ഐതിക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു. തൗഫീഖ് നോക്കൂ. അബ്ബ നരകത്തിന് തീയിൽ കത്തുവലി ആളെന്തായ മോണാവട്ടു സ്വർഗത്തിൽ ആളായിട്ട് എല്ലാരും കൊന്നുതിട്ടങ്ങനത്തെ വ്യക്തി ഐതിക്ക്. ആൺമക്കൾ എല്ലാരും കൊന്നിട്ട് ഫിറഔൻ എല്ലാരും കൊന്നുതിട്ട് ആറും ഈ അവണ്ടല്ലാത്ത ഇബാദത്തെടുക്കും തീരാ ചൊന്തു അട്ടപിടിച്ച് തിന്നങ്ങനത്തെ വ്യക്തി. അതേ വ്യക്തിയുടെ പെഞ്ഞായിരം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത. അതേ വ്യക്തിയുടെ പെഞ്ഞായിക്ക് ഈമാനോട് കൂടി ജീവിച്ചിട്ട് ഈമാനോട് കൂടി മരിക്കുകയല്ല തൗഫീഖ് കൊടുത്ത. നോക്കൂ, അവർ അവന്റെ ആ ഒരു അവന്റെ അരമനയിൽ നിന്ന് പോലും അവന്റെ സൈനികമാർ എല്ലാവരും ഉള്ളാർ, എന്നിട്ട് പോലും അവന്റെ കണ്ണിറത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുരെ മാത്രം ആരാധിക്കറങ്ങത്തോറാല് വെച്ച് തൗഫീഖ് എത്തിക്ക. ഒരു വ്യക്തി മൂസ അലൈഹിസ്സലാമിനെ കൊല്ലകൊയ്ത്ത് ഫിറഔൻ പ്ലാൻ ആക്കുന്ന സന്ദർഭത്തില് ഒരു വ്യക്തി ആ ഫിറഔന്റെ കൊട്ടാരത്തിൽ ആ പാലസിൽ അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട്, ഒരു സാധാ വ്യക്തി. ആ വ്യക്തി വന്ന് ഫിറഔന്റെ കേക്കറേ അതഖ്തുലൂന റജുല അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും. ഈ വ്യക്തിയെ നിങ്ങൾ കൊന്നുകൊല്ലത് കാരണം എന്തരേ? എന്നേ പ്രോബ്ലം ഉണ്ടാ? ഈ മൂസ ചൊന്തുല്ലേ ഈ വ്യക്തിനെ നിങ്ങൾ എന്തൊക്കെ കൊന്നൊല്ലേ? ആ വ്യക്തി ചൊന്നതാവട്ടെ ആക്കിയ തപ്പാവട്ടെ എന്തരേ? എന്റെ റബ്ബ് അല്ലാഹു ചൊന്നതല്ലേ, ആ റബ്ബിനെ മാത്രം ഇബാദത്ത് എടുക്കൊണ്ട് ചൊന്നതല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ കൊല്ലൊക്കെ പ്രയത്നാക്കിയത്. അതിൽ കാലിങ്ങനെ ചൊന്നൂലല്ല, വ്യക്തമായിത്തുല്ലേ റബ്ബുൽ നിന്നുല്ലേ പുറാവെ
പ്രൂഫോട് കൂടിയല്ലേ ചൊന്നോല്ലത്. അപ്പൊ നോക്കൂ, ഫിർഔൻ എല്ലാരും കൊല്ലുരങ്ങനത്തെ വ്യക്തിയുടെ ഒരു നടുവിൽ ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഗാഫിർ അൽ മുഅ്മിൻ എന്നൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന സൂറത്ത് 40ാമത്തെ സൂറത്ത്, ആ സൂറത്തിൽ ഈ വ്യക്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൊന്ന പൽക്കത്തെ നിങ്ങൾക്ക് എടുത്തു തരി പാട്ടിയ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ആറ് ചൊന്ന് നിങ്ങൾക്ക് വേണ്ടി അഡ്രസ് ഇല്ലാത്ത ഒരാൾ, ഫിർഔന്റെ അരമനയിൽ നിന്ന് അഡ്രസ് ഇല്ലാത്ത അങ്ങനത്തെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഖിയാമത്ത് നാൾ തൊള്ള ആറ് സംഭവത്തെ ഉദ്ധരിക്കരങ്ങനത്തെ ഓതിരങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലിട്ട് തന്ന തൗഫീഖ് എത്തിക്കർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് എപ്പോ തൗഫീഖ് കൊടുക്കാൻ സാധ്യമില്ല. ഞങ്ങൾക്കൊരു തൗഫീഖ് കിട്ടിർ അൽഹംദുലില്ലാഹ് ചൊല്ലണം, ഒന്ന് പള്ളിക്ക് പിറകും ഹിദായത്തിലാവും. ഇനി ഞങ്ങളെ പണി എന്തേ അഹങ്കാരത്തിൽ തപ്പിത്തും വൈപ്പോറാണ്ട. ഞങ്ങളെ നിർബന്ധമായിട്ടും ഞങ്ങളെ ജീവിതത്തിൽ എന്തായെങ്കിലും ഒരു നാൾ 5 വട്ടെങ്കിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊല്ലുമ്പോ അതിനർത്ഥം ഒന്ന് അറിഞ്ഞു ചൊല്ലും. അള്ളാഹുവെ നിന്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തലെ കലിമത്തിൽ ഈ ദീനില് നിലനിപ്പാട്ട് അല്ലാഹ് ചൊന്തൈത്തിക്കരണങ്ങൾ ഇതിൽ ചൊന്നോം തുല്ലത് അല്ലാഹു റട്ടിയ അതിനർത്ഥം അറിയാൻ ചൊന്നിത്തായെങ്കിൽ എന്തൊരാവശ്യമുള്ളൂ. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ചൊല്ലൂ. അതിലൊട്ടിക്കുമേ വേറെ ടൈം കിട്ടുമ്പോൾ നമുക്ക് ദ്വാർക്കുണ്ടായത് യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ ചേഞ്ച് ആക്കറങ്ങത്തെ റബ്ബേ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ നിന്റെ ഹൃദയത്തെ നിലനിപ്പാട്ടല്ല. അതേപോലെ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയത്തെ ചേഞ്ച് ആക്കറങ്ങത്തെ സർഫാക്കറങ്ങത്തെ അല്ലാഹ്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ താഅതിക്, നിന്റെ അനുസരണം നിന്റെ ഹൃദയത്തിൽ തിരിച്ചുവിടുക. എല്ലാ സന്ദർഭത്തിലും നിന്നെ അനുസരിക്കുക തൗഫീഖ് താ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നിത്യമായിട്ടും ഞങ്ങൾ ഇത് അള്ളാഹുറൊട്ടിಗೆ കേട്ടോത്തിക്കൊണ്ടായ വിഷയത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പ്രത്യേകമായി തന്ന ഒരു തൗഫീഖ് ആയിത്തിക്കരുത്. അതെല്ലാം തുറക്കത്തുക്കും ഒരാൾക്ക് ഇങ്ങനെ ഓന്റെ കൊന്തു സ്വന്തം ഇതിൽ കൊണ്ട് തോന്നുക കിട്ടൂച്ചെന്ന് വിചാരിച്ച് നടക്കല കിട്ടല. ഹിദായത്ത് ചൊന്തത് അത്ര ഈസി അല്ല. ഞങ്ങൾ നിരിച്ചു പോകും. എത്ര ആൾമാർ പോവും, എത്ര സഹായാക്കാർ കുഫാർമാരയിത്തുള്ള ആൾമാർക്ക് ദാനധർമ്മം എത്ര ആക്കാർ, എത്ര ആൾമാർക്ക് ഹെൽപ്പ് ആക്കാർ, എന്തോറ് നല്ല സ്വഭാവത്താൽ തൗഫീഖ് കിട്ടിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചുപോയാർ, കാഫിറൈത്തെ മരിച്ചുപോയാർ. അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കൂ, അള്ളാഹു തന്റെ ഗിഫ്റ്റ് ഐത്തിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ 5 വക്ത നിസ്കാരത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊല്ലുമ്പക്ക് ആ ഫാത്തിഹ മനസ്സിൽ തട്ടണം. എന്നിട്ട് കേട്ടൊന്നുമില്ല, റബ്ബേ നിന്റെ ദീനിൽ ഇസ്തിഖാമത്തിൽ നീ തന്നെ നിലനിപ്പാട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിൽ ഇസ്ലാമിലും ഗട്ടിയിട്ട് ജീവിച്ചിട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചിട്ട് മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത്തൽ ഫിർദൗസ് വനഊദു ബിക മിനൻ നാർ. അല്ലാഹു